കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ പ്രമുഖ നേതാവല്ലേ എത്ര വലിയ തെറ്റാ ചെയ്തത്? എത്ര ഗുരുതരമായ സ്ത്രീ പീഡനമാണ്! സ്ത്രീകളെ മുഴുവൻ അവമാനിക്കുന്ന നിലപാടല്ലേ സ്വീകരിച്ചത്? ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിട്ട് എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിക്ക് അതിനെ ന്യായീകരിക്കാൻ സാധിക്കുന്നത്? സോണിയാഗാന്ധി നയിക്കുന്നൊരു പാർട്ടിയല്ലേ? വനിതകൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ കടന്നു വരാൻ പറ്റുമോ? കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കും പെൺകുട്ടികളില്ലേ? രാഷ്ട്രീയത്തിൽ മാതൃക കാണിക്കേണ്ടതാണ് നേതാക്കൾ. എന്താ കാണിച്ചിരിക്കുന്നത്? എന്തൊക്കെയാ കോടതിയിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് തന്നെ കുറ്റം സമ്മതിക്കില്ലേ? എന്നിട്ടും ഇന്ന് കോൺഗ്രസിന്റെ മുഖപത്രം എഴുതുകയാണ് അതിനെ ന്യായീകരിക്കാൻ. അത് കോൺഗ്രസിന്റെ തകർച്ച, കോൺഗ്രസിൽ ഇത്രമാത്രം തകർന്നു കഴിഞ്ഞു എന്നുള്ളതിന്റെ തെളിവാണത്. അതുകൊണ്ട് കേരളം ഒരു സാംസ്കാരിക വളർച്ചയുള്ള നാടാണ്. സ്ത്രീപീഡനങ്ങളെ സഹിക്കാത്തൊരു നാടാണ്. ഇവിടുത്തെ യുവതികളും യുവാക്കളും ബഹുജനങ്ങളാകെയും കോൺഗ്രസിന്റെ ഈ തെറ്റായ നിലപാടുകൾക്കെതിരായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടി ഇനി ഒന്ന് അധപ്പതിക്കാനില്ല. അതിന്റെ നാശത്തിന്റെ വക്കിലാണ്, നാശത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടികളോട് ശരിയായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയേണ്ടതായിരുന്നു. പക്ഷേ അവരിൽ ഒരു വിഭാഗം എങ്ങനെയാണ് ഇത്തരം ഒരാളുകളെ പൊതുരംഗത്ത് അവതരിപ്പിക്കുക? രാഷ്ട്രീയത്തിന്റെ മൂല്യത്തകർച്ചയിൽ ഇത് കാണിക്കുന്നത് എത്രമാത്രം വലിയ തകർച്ചയാണിത്! സാംസ്കാരികമായും സാമൂഹ്യമായും സേവനപരമായും മാതൃക കാണിക്കേണ്ട രാഷ്ട്രീയ നേതൃത്വം നഗ്നമായിട്ടുള്ള ബലാത്സംഗം, ഗർഭം അലസിപ്പിക്കൽ, എത്ര നെറികെട്ടതാണിത്! നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഇത് നിറഞ്ഞു നിൽക്കുകയല്ലേ? കേരളത്തിലെ ജനങ്ങൾക്ക് തലയോർത്ത് നിൽക്കാൻ കഴിയുമോ? അത്തരമൊരു സാഹചര്യമാണ് ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. അത്യന്തം ഗുരുതരമാണ് ഇന്നത്തെ സ്ഥിതി. കോൺഗ്രസ് നേതാക്കളിൽ തന്നെ ഒരു വിഭാഗം അതിനനുകൂലിക്കുന്നു എന്നുള്ളത് കോൺഗ്രസിന്റെ തകർച്ചയാണ് കാണിക്കുന്നത്.